സെപ്റ്റംബർ 4 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പുനർനിർമ്മാണം എന്ന തലക്കെട്ടോടുകൂടി ബിഗ് ബുക്കിലെ 81ാമത്തെ പേജിലെ ലിറ്ററേച്ചറിൽ നിന്നാണ്. വളരെ ദീർഘമായ കാലം പുനർനിർമ്മാണത്തിന് നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും അതിനെ തുടർന്നും പറയുന്നുണ്ട്, അതിന് നമ്മൾ മുൻകൈ എടുക്കണം. നമുക്ക് ദീർഘമായ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആശ്വാസത്തിന് പറയുകയാണ്, നമുക്ക് വെരി പിരീഡ്. പക്ഷെ എന്താണ്, അതിനെ ഒറ്റയടിക്ക് എടുത്തടിച്ച പോലെ എല്ലാം അങ്ങ് ചെയ്ത് ശരിയാക്കി കളയാമെന്ന ധാരണ മാറ്റണം. കഴിഞ്ഞു പോയ തെറ്റുകളെ പ്രതി വിലപിക്കുക, വിഷമിക്കുക, അയ്യോ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. ഇതാണ് ഞാനെന്ന മദ്യാസക്തന്റെ പ്രധാന കുഴപ്പം. ഓരോ കാര്യങ്ങളെക്കുറിച്ചും അയ്യോ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ, അതൊന്നുമില്ല, എല്ലാം ചരിത്രമാണ്. ഇന്നലെ വരെ സംഭവിച്ചു കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ചരിത്രമാണ്, പാഠമാണ്, പാഠപുസ്തകമാണെന്ന് പറയും ജീവിതം. എങ്ങനെയാണ് എനിക്കതിന്ന് പാഠങ്ങളും തെറ്റുകൾ പഠിക്കാം, വീണ്ടും അതിനെ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് അത്തരം തെറ്റുകൾ വീണ്ടും വരാതിരിക്കാനുള്ള പ്രവൃത്തികളായിട്ട് മാറണം. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെ പോകുമ്പോൾ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ പഴയ ജീവിതം ശരിയല്ലായിരുന്നു, ആ കൺസ്ട്രക്ഷൻ ശരിയല്ലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാം. എൻ്റെ രീതികൾ, കാര്യത്തോട് ഞാൻ പ്രതികരിച്ചിരുന്ന രീതി, എൻ്റെ ചിന്തകൾ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ സ്വഭാവത്തിൽ തന്നെ പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ആത്മപരിശോധനയിലൂടെ ഒരു കാര്യം കണ്ടെത്തുന്നത്. കുഴപ്പം മറ്റുള്ള ആളുകളുടെയോ സാഹചര്യങ്ങളുടെയോ, ഞാൻ കരുതിയിരുന്നത് ആളുകളും സാഹചര്യങ്ങളും കുഴപ്പമാണ്, എനിക്ക് മാത്രം എന്താ, ഞാൻ എന്താ ഒരു ഭാഗ്യം കെട്ടവനാവുന്നത്, എന്നോടെന്താ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്നതിന് പകരം എൻ്റെ കുഴപ്പം കൃത്യമായിട്ടുണ്ട്, അത് ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് 12 പടികളിലെ ആദ്യത്തെ പാർട്ടിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ 4ാമത്തെ പടിയൊക്കെ കൃത്യമായ ബോധ്യം വരും. നിന്റെ തെറ്റല്ലാതെ നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന പൂർണ്ണമായ ബോധ്യം വരുമ്പോൾ അടിച്ചുപണി നടത്തണം. ഇതുവരെ ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ ശരിയല്ല എൻ്റെ രീതികൾ, അപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ദീർഘകാലമായ കാലം പുനർനിർമ്മാണത്തിനായിട്ട് മുന്നിലുണ്ട്, ദീർഘമായ കാലമുണ്ട് എന്ന് പറയുന്നത്. മുൻകൈ ഞാൻ എടുക്കണം. വെറുതെ അയ്യോ ഞാൻ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്നുള്ള വെറുതെ പെറുപെറുക്കലുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ എന്നിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. വിലയിരുത്തൽ നടത്തണം. ഇതുവരെ നടത്തിയിരുന്ന പരിപാടി, അതിൻ്റെ അടിത്തറ ശരിയല്ലായിരുന്നു. ആ അടിത്തറ വീണ്ടും എന്ത് ചെയ്യണം, ഇളക്കി നല്ല കട്ടിയുള്ള മണലും സിമെൻറ്റും, ആവശ്യത്തിനുള്ള സിമെൻറ്റൊക്കെ ചേർത്ത് തന്നെ അടിത്തറ ഉണ്ടാക്കണം. ആ അടിത്തറ എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലെ അടിത്തറ എന്ന് പറയുന്നത് എൻ്റെ ദുർബലതയാണ്. എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ കുഴപ്പക്കാരനാണ്, ഇന്ന കുഴപ്പമുണ്ട്, സമ്മതിക്കലാണ്. അതാണ് ഒട്ടും പറ്റാതിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ കേൾക്കാനോ അല്ലെങ്കിൽ ഇത് പരീക്ഷിക്കാനോ തയ്യാറാവാത്ത എൻ്റെ ഏറ്റവും വലിയ ഡിനയൽ എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും മാത്രമാണ് ശരി എന്ന ധാരണ. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറേയൊക്കെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കുറേശ്ശൊക്കെ കേൾക്കാം, പക്ഷെ അപ്പോഴും എൻ്റെ ബുദ്ധിക്ക് കളിക്കുക എന്ന് പറയുന്ന പരിപാടി ഞാനെന്ന മദ്യാസക്തന് എടുക്കാറുണ്ട്. അതാണ് കുഴപ്പങ്ങൾ കുറച്ചുകൂടിയൊക്കെ വഷളാക്കും. വീണ്ടും നമ്മൾ പിറുപിറുത്തുകൊണ്ടിരിക്കും. ഈ ലോകവും ലോകത്തിലെ ആളുകളും തെറ്റുകാരായിട്ട് നമുക്ക് കാണപ്പെടും. ഇവിടെ പരിപൂർണമായിട്ട് എൻ്റെ അടിത്തറയെ കൃത്യമായ രീതിയിൽ പണിത് അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ എൻ്റെ ബിൽഡിങ്ങിനെ ഉണ്ടാക്കുന്നത്. അടിത്തറ കൃത്യമാണ്. അടിത്തറ എന്ന് പറയുന്നത് തന്നെ ദുർബലതയിൽ നിന്നാണ് അടിത്തറ ഉണ്ടാക്കുന്നത്. എനിക്ക് പരാജയപ്പെട്ടു, എൻ്റെ ജീവിതം അനിയന്ത്രിതമാണ്, എന്നെക്കൊണ്ട് സാധ്യമായിരുന്നില്ല, എനിക്ക് കുഴപ്പങ്ങളുണ്ട്, ഇന്നെൻ്റെ കുഴപ്പങ്ങളാണ് എൻ്റെ എന്നുള്ള ആ പരിപൂർണമായ കണ്ടെത്തലാണ് അടിത്തറയുടെ കാര്യം. അതിലേക്ക് തന്നെ എന്നെക്കൊണ്ട് സാധ്യമല്ല കൂട്ടായ്മയും പ്രോഗ്രാമും വലിയ ശക്തി എന്ന ആശയം അത് കടന്നു വരുന്നു. 3ാമതായിട്ട് ഞാനല്ല ഡയറക്ടർ ജീവിതത്തിൻ്റെ എന്നുള്ള ബോധ്യം. ജീവിതത്തിനെ ആസിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്ന് മനസ്സിലായി. അതിനെനിക്ക് സാധ്യമല്ല, എന്തുകൊണ്ടാണെന്നുള്ള അന്വേഷണമാണ് 4ാം പടിയിലെത്തിയത്. 4ാമത്തെ പടിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് എൻ്റെ തെറ്റുകളെ കണ്ടെത്തുന്ന പുതിയൊരു രീതിശാസ്ത്രം പറഞ്ഞു. ഈ ലോകവും ലോകത്തിലെ ആളുകളും തെറ്റുകാരാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക, എന്നിട്ട് നീ നിന്നിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തവരോട് എന്തായിരിക്കണം സമീപനം എന്നുള്ള പുതിയൊരു മാർഗം തന്നു. വലിയ ആശ്വാസമായിരുന്നു ഒക്കെ. അതിൻ്റെയൊക്കെ ആശ്വാസം പിന്നീട് നമുക്കറിയാൻ പറ്റും. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അയ്യോ എന്തോ ഒരു സംഭവം ചെയ്യുന്ന പോലെയൊക്കെ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റത്തിൻ്റെ ആ തുടക്കമായിട്ട് മാറും. അവിടെയാണ് പുനർനിർമ്മാണം എന്ന് പറയുന്നത്. നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ അടിത്തറ തൊട്ട് തുടങ്ങിയ എളുപ്പത്തിൽ നടന്നു പോകും. നമ്മൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം. അടിച്ചിരുന്നാൽ കള്ളുകൂടി നിർത്തുന്ന പോലെ 1ാം തീയതിക്ക് നിർത്താം, ഓണം കഴിഞ്ഞ് നിർത്താം,
മറ്റന്നാൾ നിർത്താം, നാളെ നിർത്താം എന്ന് പറയണം. അതിങ്ങനെ നീണ്ട് 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 പോകും. അവസാനം കുടിയിലേക്ക് എടുക്കുമ്പോഴും കുടി നിർത്താൻ പറ്റില്ല. ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഏതൊരു കാര്യവും മധ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ആരംഭിക്കുക എന്നതാണ് എനിക്ക് പ്രായോഗികമായിട്ടുള്ളത്. ഏതും അത് പറ്റുന്നതാണ്. ഒന്നും പറ്റാത്തതൊന്നുമില്ല. അയ്യോ എനിക്കത് പറ്റില്ല എന്ന് കരുതിയിരുന്ന പല സംഭവങ്ങളും ഞാൻ മാറ്റിയിട്ടുണ്ട്. അത്രയും പ്രിയപ്പെട്ടതായിരുന്ന എൻ്റെ പല ദുശീലങ്ങളെയും ഈ പ്രോഗ്രാം കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലേക്ക് ഞാൻ ഇത് പറയാൻ പറ്റില്ല, മാപ്പ് പറയില്ല, ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്ന് പറയുന്ന, നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ പറയും, ഞാൻ അവനെ വിടത്തില്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു നമ്മൾ പറയണം? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ക്ഷമിക്കാൻ തയ്യാറായവരാ. നമ്മുടെ പഴയ മനോഭാവമാണ്. ഡിനയിൽ കടന്നു വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് അവരും ഒട്ടും പറ്റില്ല, ഞാൻ മിണ്ടത്തില്ല അവരോട് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? അവനെ കാണണ്ട, വെറുത്തുപോയി. നമ്മൾ പ്രോഗ്രാമിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കാത്തപ്പോഴേ നമുക്ക് എങ്ങനെ പറയാൻ പറ്റൂ? പ്രോഗ്രാം മനസ്സിലായ പലരും പറയാറുണ്ട് ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന്. അത് ചെയ്തു നോക്കിയവർക്കേ മനസ്സിലാവുള്ളൂ വെറുതെ അല്ല എന്നുള്ളത്. ആത്മീയത കഴിവുകേടിന്റെ പര്യായമായിട്ടല്ല ആൽക്കഹോളിക്സ് അനോണിമസ് ഉപയോഗിച്ചുള്ളത്. ചെയ്തവന് കിട്ടുന്നൊരു സുഖമുണ്ടോ? നമ്മൾ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്നു എന്നല്ല. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് വരുന്ന ഒരാൾക്ക് ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ കൊണ്ടിടക്കേണ്ട കാര്യമില്ല. മറ്റുള്ള ആൾക്കാരെ ഒരു സന്തോഷം സമാധാനം ഉണ്ടാവും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കുറേ ആൾക്കാരോട് ശത്രുത ഉണ്ട്. നമ്മൾ എവിടെ പോയാലും, ഏടെ പ്രോഗ്രാമിൽ പോയാലും അവിടെ പോയാലും നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ള ചർച്ചകൾ പങ്കെടുക്കുക, അവിടെയൊക്കെ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താ ഉണ്ടാവുക? നമ്മൾ അവിടെയൊക്കെ മറ്റുള്ളവരുടെ വിലയിരുത്തലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ അറിയാനോ നമ്മുടെ പ്രോഗ്രാം ചെയ്യാനോ സാധ്യമാവില്ല. നമ്മൾ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളും അസൂയൊക്കെ കടന്നു വരും മറ്റുള്ളവരോട്. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ പുനർനിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. മറ്റു മനുഷ്യരെ പരിഗണിക്കുക. ഏതൊക്കെ ആത്മീയത നമ്മൾ പറയാറുണ്ട്. 66-ാമത്തെ പേജിൽ ആത്മീയതയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റു മനുഷ്യരെ അവൻ എന്താണ് എന്നുള്ള 3-ാമത്തെ പാരമ്പര്യവും ഇഴചേർത്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയത നിൽക്കുന്നത്. മറ്റു മനുഷ്യരെ അത് പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് സാധ്യമാണെങ്കിൽ പുറത്ത് നമുക്ക് സാധ്യമാണ്. നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ തെറ്റുകൾ ചെയ്തു എന്ന് പറയുന്ന നമ്മുടെ ഭാര്യമാരോട്, കഴിഞ്ഞ അല്ലെങ്കിൽ എക്സ് വൈഫുമാരോട്, വേറെ ആളുകളോട്, നമ്മളോട് തെറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരോട്, പല രീതിയിലുള്ള ആളുകളോടൊക്കെ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റും. ഒട്ടും പറ്റില്ല എന്ന് പറയുന്ന ആളുകളോടും നമുക്ക് മാപ്പ് കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന ആ ഒരു പ്രോഗ്രാം അപ്പോഴാണ് നമുക്ക് മാപ്പ് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ മാപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ പറയാറുണ്ട്, സ്നേഹിക്കാൻ ഞാൻ തയ്യാറാവുമ്പോൾ സ്നേഹം എനിക്ക് കിട്ടും, അല്ലാതെ സ്നേഹം കിട്ടുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന പരാതി ഞാൻ നിർത്തി ഞാൻ മനസ്സിലാക്കുക മറ്റുള്ളവരെ. എല്ലാം പ്രവർത്തിക്കുന്ന പ്രാർത്ഥനകളാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ. അപ്പം അതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുനർനിർമ്മാണത്തിനുള്ള പ്രവർത്തികൾ എന്നിലുണ്ടായിരിക്കണം. പുനർനിർമ്മാണത്തിന് മുന്നേ എൻ്റെ അടിത്തറ ശരിയല്ല, മറ്റു കാര്യങ്ങൾ അടിത്തറ ശരിയല്ലെങ്കിൽ ബാക്കിയൊന്നും ശരിയല്ലോ. ആ അടിത്തറ ബലവത്താക്കിയിട്ട് അതിൽ നിന്ന് തുടങ്ങണം എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഒരുമിച്ച് ഡേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.